എത്ര കഴിച്ചാലും മതി വരാത്ത ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. നമുക്ക് രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ കറിയൊന്നും ഇതിൻ്റെ കൂടെ ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ 2 കപ്പ് മൈദ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്കിനി ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. മൈദ താല്പര്യമില്ലാത്തവർക്ക് ഗോതമ്പൊടി വെച്ചിട്ടും ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ കുറച്ച് കട്ടി ഉണ്ടാവും. ഇനി നമ്മൾ ഒരു 1/2 കപ്പും കൂടി വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് കറക്കി എടുത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് റെഡിയാക്കിയിട്ട് എടുക്കാം. നമ്മൾ ദോശമാവിൻ്റെ എല്ലാം മാവ് ഉണ്ടാക്കുന്നില്ലേ, അതേപോലെ കുറച്ചൊരു ലൂസായിട്ട്, അധികം ലൂസായി പോകരുത്. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് കേട്ടോ മാവ് നമ്മൾ റെഡിയാക്കേണ്ടത്. അത് നമ്മൾ ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കണം. അപ്പോൾ ഓയിലെല്ലാം ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു ഉള്ളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളിയെല്ലാം നല്ലോണം കളറെല്ലാം മാറി വന്നു കഴിഞ്ഞാൽ നമുക്കിനി അതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. തക്കാളി കുറച്ചൊരു വലിയ സൈസിലുള്ളത് നോക്കിയിട്ട് എടുക്കണേ. അപ്പോൾ ഞാൻ ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2-3 പച്ചമുളകും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം നല്ലോണം മിക്സായിട്ട് വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ 2 ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർക്കുന്നത് കേട്ടോ. എരിവ് കൂടുതലുള്ളതാണെങ്കിൽ നിങ്ങൾ ഇത്രയും ചേർക്കരുത്, കുറച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കിനി ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കണം. ഈ തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ നമ്മൾ ഫില്ലിങ്ങെല്ലാം വേറൊരു പാത്രത്തിൽ മാറ്റിയതിന് ശേഷം നമുക്ക് അതേ പാത്രത്തിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയ ആ മൈദൻ്റെ മിക്സിലെ അതിൻ്റെ പകുതി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ ഫില്ലിങ് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട, കുറച്ച് ബാക്കി വെക്കണം കേട്ടോ. മൊത്തത്തിൽ ഞാൻ പറഞ്ഞു പോയതാണ്, നിങ്ങൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കേണ്ട. കുറച്ച് നമുക്കൊന്ന് മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെക്കണേ. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ സ്ഥലത്തും ഒരേപോലെ ആവുന്ന രീതിയിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ മസാലക്ക്. അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും പൊടികളെല്ലാം ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ചില ആൾക്ക് ഈ ചിക്കൻ മസാലേൻ്റെ എല്ലാം ടേസ്റ്റ് ഇഷ്ടമുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചേർത്ത് കൊടുത്താലൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ 2 മുട്ട പുഴുങ്ങുക. എന്നിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ 2 മുട്ട ഞാൻ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുന്നില്ല. അതിൽ നിന്ന് ഒരു 3-4 പീസ് മാറ്റി വെച്ചിട്ടുണ്ട് മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ടയിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ബാലൻസ് വെച്ച മാവില്ലേ, അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒഴിക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ആവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് നമ്മൾ നേരത്തെ കുറച്ച് മസാല ബാക്കി വെച്ചിട്ടില്ലേ, അത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇടുമ്പോൾ കാണാൻ കുറച്ച് ഭംഗിയുണ്ടാവും, അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ നമ്മൾ മസാല ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ ബാലൻസ് വെച്ച മുട്ടൻ്റെ പീസില്ലേ, അത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 4 പീസ് മാത്രമേ വെക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. മുട്ട കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ എത്ര വേണമെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പോൾ മുട്ട നമ്മൾ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കിനി മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിവിടെ ഇങ്ങനെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാവ് ഞാനിതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിനി മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണേ, എന്നാൽ മാത്രമേ ഇതിൻ്റെ ഉൾഭാഗത്തെല്ലാം വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഒരു 5-6 മിനിറ്റെല്ലാം നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ മോൾ ഭാഗത്തെല്ലാം ഡ്രൈ ആയിട്ട് വരും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുക. ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നതിന് ശേഷം മാത്രം നമുക്കിതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് മറ്റേ സൈഡും കൂടി കുറച്ച് സമയം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം.
അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ചെയ്യുമ്പോൾ ഇതേപോലെയാണ് ഉണ്ടാവുക. ഇതിൻ്റെ ഉൾഭാഗം നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈദ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ട് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അധികം ഓയിലൊന്നും നമുക്ക് വേണ്ട, അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നമുക്ക് സ്കൂളിലെല്ലാം കൊടുത്തു വിടാനാണെങ്കിൽ ഫുഡ് വേറെ കറി വേറെ സെപ്പറേറ്റ് ആയിട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ആകുമ്പോൾ നമുക്ക് നല്ല സേഫായിട്ട് ബാഗിലൊന്നും മറയാണ്ട് കൊടുക്കാനും പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനൊന്നും മറക്കരുതേ.